കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഇന്ന് ആദ്യമായി സ്വന്തം ജില്ലയായ കോട്ടയത്തെത്തും. വൈകിട്ട് 5 മണിക്ക് കോട്ടയം KPS മേനോൻ ഹാളിലാണ് സ്വീകരണ സമ്മേളനം. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ വീടുകളിൽ മന്ത്രി ഞായറാഴ്ച സന്ദർശിക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇരട്ടി മധുരം തന്നെയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയായി എന്ന് അറിഞ്ഞതിലൂടെ. അപ്പം ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം സൗമ്യനായ ഒരു നേതാവ്, BJPയുടെ പ്രധാന മുഖം. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്ര പദവി. എന്തായാലും കേന്ദ്ര പദവി ലഭിച്ചതിന് ശേഷം, കേന്ദ്രമന്ത്രി പദവി ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കോട്ടയത്ത് എത്തുകയാണ്. എങ്ങനെയൊക്കെയാണ് സ്വീകരണ പരിപാടികൾ, മറ്റെന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഉണ്ടാകുന്നത്? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായി തന്നെയാണ് കേരളത്തിലേക്ക് ഒരു മന്ത്രിസ്ഥാനം ജോർജ് കുര്യനിലൂടെ എത്തിയത്. ആ ഒരു ഞെട്ടലിനൊപ്പം തന്നെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് കോട്ടയക്കാർ എല്ലാം. കാരണം കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു, ജില്ലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു. ജില്ലയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം റബ്ബറിൻ്റെയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് കോട്ടയത്തെ ജനത. അതുപോലെ തന്നെ ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായി ജോർജ് കുര്യന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജില്ലയിലെ വോട്ടർമാർക്ക്, അതുപോലെ ജില്ലയിലെ BJP പ്രവർത്തകർക്കും എല്ലാവർക്കും ഉള്ളത്, സാധാരണക്കാരായിട്ടുള്ളവർക്കെല്ലാം ഉള്ളത്. ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായി ജോർജ് കുര്യൻ ഇന്ന് സ്വന്തം നാട്ടിലേക്ക് അക്ഷര നഗരിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കോട്ടയം സജ്ജമായിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ജോർജ് കുര്യൻ കോട്ടയത്തേക്ക് എത്തുന്നത്. 4:30 ആദ്യ പരിപാടി എന്ന് പറയുന്നത് BJP ഓഫീസ് സന്ദർശിക്കുക എന്നുള്ളതാണ്. BJP ഓഫീസ് സന്ദർശിച്ചതിന് ശേഷം 5 മണിക്ക് ഇത്തരത്തിൽ സ്വീകരണ സമ്മേളനം KPS മേനോൻ ഹാളിൽ നടക്കും. ജില്ലയിലെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കന്മാരും എല്ലാം ചേർന്നാണ് സ്വീകരണം നടത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന നേതാക്കൾ, മറ്റ് ജില്ലാ നേതാക്കൾ എന്നടക്കം പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. മറ്റൊന്ന്, ജോർജ് കുര്യനുമായി 4.5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നത്. ഈ കാലയളവിലെല്ലാം തന്നെ ജോർജ് കുര്യനുമായി ചേർന്ന് വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത, വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത അവരുടെ അനുഭവങ്ങൾ വിവരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം നാളെയാണ് അദ്ദേഹം ഈ കുവൈത്തിൽ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളിലേക്ക് പോകുന്നത്. നാളെ ഈ 3 പേരാണ് ഇത്തരത്തിൽ അവിടെ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായിട്ടുള്ളത്. ആ 3 പേരുടെയും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടന്നിട്ടില്ല. ഒരാളുടെ ശ്രീഹരിയുടേത് നാളെയും, അതുപോലെ തന്നെ ഷിബു വർഗീസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റെഫിൻ്റെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച ചില മാറ്റങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇത്തരത്തിൽ അവിടെ എത്തി ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തും, അവരുടെ ദുഃഖം പങ്കുവയ്ക്കും. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ അവരെ അറിയിക്കുകയും ചെയ്യും. നാളെ ഇവരുടെ വീടുകളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് മന്ത്രിയുടെ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. മറ്റ് പ്രത്യേക പരിപാടികളോ മറ്റ് കൂടിക്കാഴ്ചകളോ ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം കോട്ടയത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു മന്ത്രിസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടിക്കാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. രജനി, കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഇന്ന് സ്വന്തം ജില്ലയായ കോട്ടയത്ത് എത്തും. വൈകിട്ട് 5 മണിക്ക് കോട്ടയം KPS മേനോൻ ഹാളിൽ അദ്ദേഹത്തിന് വൻ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ വീടുകളിലും മന്ത്രി നാളെ സന്ദർശിക്കും. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.